ഹലോ നമസ്കാരം കൂട്ടുകാരെ. നാലാമത്തെ മൊഡ്യൂളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. എന്തായിരുന്നു ഫസ്റ്റ് പാർട്ട്? ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും. അത് SCERT ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അതിൽ ഉള്ളത്. അതുകൂടാതെ നമ്മുടെ ഇപ്പോഴത്തെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് ദേശീയ ചിഹ്നങ്ങളും ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം, മനുഷ്യാവകാശ കമ്മീഷനുകൾ, അതുപോലെ വിവരാവകാശ കമ്മീഷൻ, മറ്റ് അടിസ്ഥാന വിവരങ്ങൾ. ഓക്കെ, അപ്പം ഇത് കഴിയുന്നതോടുകൂടി നമ്മുടെ ഈ മൊഡ്യൂളും കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഓരോ മൊഡ്യൂൾസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതിനോടൊപ്പം തന്നെ ആ മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് ഇതുവരെ PSC ചോദിച്ച ചോദ്യോത്തരങ്ങൾ അത് വിശകലനം ചെയ്യുന്നതാണ്. അത് ഓരോ ക്ലാസ് ആയിട്ട് നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമ്മൾ ദേശീയ ചിഹ്നം നോക്കാം. ദേശീയ ചിഹ്നം ഏതാണ്? സിംഹമുദ്രയാണ്. 1950 ജനുവരി 26 ദേശീയ ചിഹ്നമായി സിംഹമുദ്ര തിരഞ്ഞെടുത്തു. സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമ്മൾ സിംഹമുദ്ര തിരഞ്ഞെടുത്തിരിക്കുന്നത്. സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിട്ടുള്ളത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ദീനാനാഥ് ഭാർഗവ. ആരാണ് ദീനാനാഥ് ഭാർഗവ? നന്ദലാൽ ബോസിന്റെ ശിഷ്യനാണ് ദീനാനാഥ് ഭാർഗവ. അശോക സ്തംഭം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. അശോക സ്തംഭം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവയാണ്. അദ്ദേഹം നന്ദലാൽ ബോസിന്റെ ശിഷ്യനാണ്. അശോക സ്തംഭത്തിലെ ഈ സിംഹമുദ്രയിൽ 4 മൃഗങ്ങളാണുള്ളത്. സിംഹം, കാള, കുതിര, ആന. എന്നാൽ മൊത്തം എത്ര മൃഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ 8 മൃഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? 5 സിംഹം, 1 കാള, 1 കുതിര, 1 ആന. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു ദേശീയ ചിഹ്നം സിംഹമുദ്രയാണ്. അത് 1950 ജനുവരി 26 നമ്മൾ സിംഹമുദ്ര ദേശീയ ചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തത്. സാരാനാഥിലെ ഡീർ പാർക്കിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സത്യമേവ ജയതേ എന്നത് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്ത വാക്യമാണ്. ദീനാനാഥ് ഭാർഗവയാണ് അശോക സ്തംഭം രൂപകൽപ്പന ചെയ്തത്. അദ്ദേഹം നന്ദലാൽ ബോസിന്റെ ശിഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. സിംഹമുദ്രയിൽ കാണപ്പെടുന്നത് 8 മൃഗങ്ങളാണ്. സിംഹം 5, കാള 1, കുതിര 1, ആന 1. ഓക്കെ, അപ്പം അടുത്തത് ദേശീയ പതാക നോക്കാം. ദേശീയ പതാക എന്ന് പറയുന്നത് ത്രിവർണ പതാകയാണ്. ഇന്ത്യയുടെ ദേശീയ പതാക എന്ന് പറയുന്നത് ത്രിവർണ പതാകയാണ്. ത്രിവർണ പതാകയിലെ കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. വെള്ള നിറം സമാധാനം, സത്യസന്ധത എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച നിറം സമൃദ്ധി, ഫലപുഷ്ടി എന്നിവയെ സൂചിപ്പിക്കുന്നു. അശോക ചക്രം നാവിക നീലയാണ്. ഈ ത്രിവർണ പതാകയ്ക്ക് നടുവിലായി കാണപ്പെടുന്ന അശോക ചക്രത്തിൻ്റെ നിറമാണ് നാവിക നീല. പതാകയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി എന്നാണ്. പതാകയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി. പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഈ ത്രിവർണ പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ജൂലൈ 22. പതാകയുടെ അംശബന്ധം 3:2 എന്ന അനുപാതമാണ്. പതാകയുടെ അംശബന്ധം 3:2. പതാക നിർമ്മിക്കുന്ന തുണിയാണ് ഖാദി അഥവാ കൈത്തറി തുണി. പതാക നിർമ്മിക്കുന്ന തുണി ഖാദി അഥവാ കൈത്തറി തുണി. പതാക നിർമ്മിക്കുന്ന സ്ഥലം ഹൂബ്ലി, കർണാടക. കർണാടകയിലെ ഹൂബ്ലിയിലാണ് പതാക നിർമ്മിക്കുന്നത്. പതാകയെക്കുറിച്ചുള്ള പഠനമാണ് വെക്സിലോളജി. പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. ഒന്നുകൂടെ നോക്കാം. ദേശീയ പതാക ത്രിവർണ പതാകയാണ്. ത്രിവർണ പതാകയിലെ കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു. വെള്ള നിറം സമാധാനം, സത്യസന്ധത എന്നിവയെ സൂചിപ്പിക്കുന്നു. പച്ച നിറം സമൃദ്ധി, ഫലപുഷ്ടി എന്നിവയെ സൂചിപ്പിക്കുന്നു. അശോക ചക്രം നാവിക നീലയാണ്. അശോക ചക്രം നാവിക നീലയാണ്. പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ജൂലൈ 22. പതാകയെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1947 ജൂലൈ 22. പതാകയുടെ അംശബന്ധനം 3:2. പതാക നിർമ്മിക്കുന്ന തുണി ഖാദി അഥവാ കൈത്തറി തുണി. പതാക നിർമ്മിക്കുന്ന സ്ഥലമാണ് ഹൂബ്ലി, കർണാടക. പതാകയെക്കുറിച്ചുള്ള പഠനം വെക്സിലോളജി. പതാക നിയമം നിലവിൽ വന്നത് 2002 ജനുവരി 26. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്തതിലേക്ക് നോക്കാം. ദേശീയ ഗാനം.
ദേശീയ ഗാനം ജനഗണമന. നമ്മുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ ഗാനത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ദേശീയ ഗാനത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചിരിക്കുന്നത്. ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രാഗം ശങ്കരാഭരണം. രാഗം ചിട്ടപ്പെടുത്തിയത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂറാണ്. രാഗം ശങ്കരാഭരണം തിട്ടപ്പെടുത്തിയത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്, അഥവാ ചെറുതായിട്ട് ആലപിക്കുന്നത് 20 സെക്കൻഡിലാണ്. ഭാരത് വിധാത, ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ജനഗണമന ആദ്യം അറിയപ്പെട്ടത് ഭാരത് വിധാത എന്ന പേരിലാണ്. ആദ്യമായി ഭാരത് വിധാത എന്ന ടൈറ്റിലിൽ തത്വബോധിനി പത്രികയിൽ ദേശീയ ഗാനം അച്ചടിക്കപ്പെട്ടു. ആദ്യമായി ഭാരത് വിധാത എന്ന ടൈറ്റിലിൽ തത്വബോധിനി പത്രികയിൽ ദേശീയ ഗാനം അച്ചടിക്കപ്പെട്ടു. ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ടാഗോർ തന്നെയാണ്. ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ടാഗോർ തന്നെയാണ്. ആ പേരെന്തായിരുന്നു? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് 1911 INC സമ്മേളനത്തിലാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് 1911 INC സമ്മേളനത്തിൽ. എവിടെ വെച്ച് നടന്ന INC സമ്മേളനമാണ്? കൊൽക്കത്ത സമ്മേളനം. ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരാണി ആലപിച്ചു. ആരാണ് ആലപിച്ചത്? സരളാദേവി ചൗധരാണി. അമർ സോന ബംഗ്ല, ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ് അമർ സോന ബംഗ്ല. അമർ സോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അമർ സോന ബംഗ്ല രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഒന്നുകൂടെ പറയാം. ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗാനത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ബംഗാളി ഭാഷയിൽ. രാഗം ശങ്കരാഭരണം ചിട്ടപ്പെടുത്തിയത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ. സമയം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ്, അഥവാ 20 സെക്കൻഡ്. ഭാരത് വിധാത എന്നത് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് തർജ്ജമ ചെയ്തു. ജനഗണമന ആദ്യമായി അറിയപ്പെട്ടത് ഭാരത് വിധാത എന്ന പേരിലാണ്. ആദ്യമായി ഭാരത് വിധാത എന്ന ടൈറ്റിൽ തത്വബോധിനി പത്രികയിൽ ദേശീയ ഗാനം അച്ചടിക്കപ്പെട്ടു. ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ടാഗോറാണ്. ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് കൊൽക്കത്തയിലെ INC സമ്മേളനത്തിൽ വെച്ചാണ്. 1911 INC സമ്മേളനം കൊൽക്കത്ത. ആലപിച്ചത് സരളാദേവി ചൗധരാണി. അമർ സോന ബംഗ്ല ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമാണ്. അമർ സോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. അടുത്തത് ദേശീയ ഗീതം. ദേശീയ ഗീതം വന്ദേ മാതരം ഔദ്യോഗികമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. ഔദ്യോഗികമായി വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത് 1950 ജനുവരി 24. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബംഗാളി ഭാഷയിൽ. ആദ്യമായി വന്ദേമാതരം ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനം. ആദ്യമായി വന്ദേമാതരം ആലപിച്ചത് 1896 കൊൽക്കത്ത സമ്മേളനം. ആലപിച്ചത് ടാഗോർ ആയിരുന്നു. രാഗം ദേശരാഗമാണ്. രാഗം ഏതാണ്? ദേശരാഗം. ഈ ദേശരാഗം ചിട്ടപ്പെടുത്തിയത് ജദുനാഥ ഭട്ടാചാര്യയാണ് ദേശരാഗം വന്ദേമാതരത്തിന് ചിട്ടപ്പെടുത്തിയത്. ആനന്ദമഠം നോവൽ സന്യാസി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആനന്ദമഠം നോവൽ സന്യാസി കലാപം 1882. വന്ദേമാതരത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരവിന്ദ ഘോഷാണ്. വന്ദേമാതരത്തെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അരവിന്ദ ഘോഷാണ്. മദർ ഐ ബോട്ട് ടു ദി എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വന്ദേമാതരത്തെ തർജ്ജമ ചെയ്തത് അരവിന്ദ ഘോഷ്. ആനന്ദമഠത്തെ ദ ബേ ഓഫ് ബ്ലിസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസൻ ഗുപ്തയാണ്. ആനന്ദമഠത്തെ ദ ബേ ഓഫ് ബ്ലിസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് നരേഷ് ചന്ദ്രസൻ ഗുപ്ത. ദേശീയ പ്രതിജ്ഞ എഴുതിയത് പൈതിമാരി വെങ്കിട സുബ്ബറാവു. ദേശീയ പ്രതിജ്ഞ എഴുതിയത് ആരാണ്? പൈതിമാരി വെങ്കിട സുബ്ബറാവു. ഭാഷ തെലുങ്ക് ഭാഷയിലാണ് ഈ ദേശീയ പ്രതിജ്ഞ എഴുതിയത്.
1965 ജനുവരി 26 മുതൽക്കാണ് ദേശീയ പ്രതിജ്ഞ വിദ്യാലയങ്ങളിൽ ചൊല്ലാൻ തുടങ്ങിയത്. 1965 ജനുവരി 26 മുതൽക്കാണ് ദേശീയ പ്രതിജ്ഞ വിദ്യാലയങ്ങളിൽ ചൊല്ലാൻ തുടങ്ങിയത്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആയി അറിയപ്പെടുന്നത് ശക കലണ്ടറാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആയി അറിയപ്പെടുന്നത് ശക കലണ്ടറാണ്. ദേശീയ കലണ്ടറിനെ ഔദ്യോഗികമായി കലണ്ടറായി പ്രഖ്യാപിച്ചത് 1957 മാർച്ച് 22-നാണ്. ദേശീയ കലണ്ടറായ ശക കലണ്ടറിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് 1957 മാർച്ച് 22. കനിഷ്കനാണ് ശകവർഷം തുടങ്ങിയത്. ശകവർഷം AD 78. കനിഷ്കനാണ് ശകവർഷം തുടങ്ങിയത് AD 78. ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവുമാണ്. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവുമാണ്. ദേശീയ പുഷ്പമാണ് താമര. ദേശീയ പുഷ്പം താമര. ഇതിന്റെ സയന്റിഫിക് നെയിം എന്താണ്? നിലംബോ ന്യൂസിഫറ. നിലംബോ ന്യൂസിഫറ എന്നത് ശാസ്ത്രീയ നാമമാണ്. എന്നാൽ ദേശീയ പുഷ്പം താമരയായിട്ടുള്ള ഒരു രാജ്യമുണ്ട്, വിയറ്റ്നാം. ദേശീയ പക്ഷിയാണ് മയിൽ, പാവോ ക്രിസ്റ്റാറ്റസ്. ദേശീയ പക്ഷി മയിൽ, പാവോ ക്രിസ്റ്റാറ്റസ്. നമ്മൾ ദേശീയ പക്ഷിയായി മയിലിനെ തിരഞ്ഞെടുത്തത് 1963-ലാണ്. ദേശീയ മൃഗം കടുവ. 1972 ദേശീയ മൃഗമായി കടുവയെ തിരഞ്ഞെടുത്തു. കടുവയുടെ ശാസ്ത്രീയ നാമമാണ് പാന്തറ ടൈഗ്രസ്. എന്താണ്? പാന്തറ ടൈഗ്രസ്. ദേശീയ വൃക്ഷം പേരാൽ. ഫൈക്കസ് ബംഗാളെൻസിസ് എന്നതാണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം. ദേശീയ വൃക്ഷം പേരാൽ, ഫൈക്കസ് ബംഗാളെൻസിസ്. ദേശീയ ഫലം മാങ്ങ, മാഞ്ചിഫറ ഇൻഡിക്ക. ദേശീയ ഫലം മാങ്ങ, മാഞ്ചിഫറ ഇൻഡിക്ക. ദേശീയ മത്സ്യം അയല, റാസ് ത്രലഗർ കണകുർത്ത. ദേശീയ മത്സ്യമാണ് അയല. അതിൻ്റെ ശാസ്ത്രീയ നാമമാണ് റാസ് ത്രലഗസ് കണകുർത്ത. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക. പ്ലാറ്റിനിസ്റ്റ ഗാൻജറ്റിക്ക എന്നതാണ് ഡോൾഫിൻ്റെ ശാസ്ത്രീയ നാമം. 2009 മുതലാണ് ദേശീയ ജലജീവിയായി ഡോൾഫിനെ തിരഞ്ഞെടുത്തത്. ഗംഗ ഡോൾഫിൻ. ദേശീയ നദിയാണ് ഗംഗ. 2008 മുതൽ നമ്മൾ ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ചു. ദേശീയ പൈതൃക ജീവിയാണ് ആന. 2010 മുതൽ ദേശീയ പൈതൃക ജീവിയായി ആനയെ അംഗീകരിച്ചു. ആന സംസ്ഥാന മൃഗമായിട്ടുള്ള സംസ്ഥാനങ്ങളാണ് കേരളം, കർണാടക, ജാർഖണ്ഡ് എന്നിവ. ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. 1949 സെപ്റ്റംബർ 14 ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു. ആർട്ടിക്കിൾ 343(1) പ്രകാരം 1950 ഇന്ത്യൻ ഭരണഘടന ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ചു. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസായി ആചരിക്കുന്നത്. സെപ്റ്റംബർ 14 ഹിന്ദി ദിവസായി ആചരിക്കുന്നു. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. മനുഷ്യാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3. മനുഷ്യാവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ഭാഗം 3. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. നിലവിൽ പട്ടേൽ ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം പട്ടേൽ ഭവൻ. ആദ്യ ചെയർമാൻ ആരായിരുന്നു? മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാനായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യ മനുഷ്യാവകാശ ചെയർമാൻ. നിലവിലെ ചെയർമാൻ അരുൺ കുമാർ മിശ്ര. നിലവിലെ ചെയർമാനാണ് അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനായ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷനായ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എപ്പോഴും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളായിരിക്കണം, അല്ല എങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. അംഗങ്ങൾ 3 അംഗങ്ങളാണ്. 3 അംഗങ്ങളാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത്. 1+3, ഒരു അധ്യക്ഷനും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ആദ്യത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ MM പരീത് പിള്ളയായിരുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനായിരുന്നു MM പരീത് പിള്ള. നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ്? S മണികുമാർ. ആരാണ്? S മണികുമാറാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാരെ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യത എന്താണ്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻമാരുടെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ല എങ്കിൽ ജഡ്ജി പദവി വഹിച്ച ആളായിരിക്കണം. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളോ അല്ല എങ്കിൽ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചോ ആളോ ആയിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് 2019 ഒരു അമെൻമെന്റ് ആക്ട് പാസാക്കുകയുണ്ടായി. ബില്ല് ലോക്സഭയിൽ സമർപ്പിച്ചത് അമിത്ഷായാണ് 2019 ജൂലൈ 8-ന്. ലോക്സഭ ബില്ല് പാസാക്കിയത് 2019 ജൂലൈ 19-ന്. രാജ്യസഭ ഈ ബില്ല് പാസാക്കിയത് 2019 ജൂലൈ 22-ന്. രാഷ്ട്രപതി 2019 ജൂലൈ 27-ന് ഒപ്പുവെച്ചു. അതോടുകൂടി 2019 മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട അമെൻമെന്റ് ആക്ട് പാസായി. അടുത്തത് വിവരാവകാശ കമ്മീഷൻ. ദേശീയ വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15-നാണ്. ദേശീയ വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കിയത് 2005 ജൂൺ 15. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് CIC ഭവൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ. ആദ്യ ചെയർമാനായിരുന്നു വജാഹത് ഹബീബുള്ള. വിവരാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ വജാഹത് ഹബീബുള്ള. നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. ആരാണ്? യശ്വർദ്ധൻ കുമാർ സിൻഹ. ആദ്യത്തെ വനിത ദീപക് സന്ധുവാണ്. വിവരാവകാശ കമ്മീഷണർ ആവുന്ന ആദ്യ വനിതയാണ് ദീപക് സന്ധു. വിവരാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആവുന്ന രണ്ടാമത്തെ വനിത സുഷമ സിംഗ് ആണ്. ആരാണ്? സുഷമ സിംഗ്. ആദ്യ വനിതാ വിവരാവകാശ കമ്മീഷണർ ദീപക് സന്ധുവാണ്. രണ്ടാമത്തെ വിവരാവകാശ കമ്മീഷണർ സുഷമ സിംഗ്. അടുത്തത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19. ആദ്യ ചെയർമാനായിരുന്നു പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ പാലാട്ട് മോഹൻദാസ്. എന്നാൽ നിലവിലെ ചെയർമാൻ വിശ്വാസ് മേത്തയാണ്. നിലവിലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്ത. വിവരാവകാശ നിയമം ലോകത്തിൽ ആദ്യമായി നിലവിൽ വന്ന രാജ്യം സ്വീഡനാണ്. വിവരാവകാശ നിയമം ലോകത്തിൽ ആദ്യമായി നിലവിൽ വന്ന രാജ്യമാണ് സ്വീഡൻ. വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. 1997 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. വിവരാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ്
വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 ജൂലൈ 19 ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. യൂണിയൻ മിനിസ്റ്ററായിരുന്ന ജിതേന്ദ്ര സിംഗ് വിവരാവകാശ നിയമ ഭേദഗതി ബിൽ 2019 ജൂലൈ 19 ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ലോക്സഭയും രാജ്യസഭയും അംഗീകരിച്ചു. 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതോടുകൂടി ബിൽ നിയമമായി മാറി. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. 2005 നിയമമനുസരിച്ച് കാലാവധി 5 വർഷമോ 65 വയസ്സോ ആണ്. എന്നാൽ പുതിയ നിയമപ്രകാരം കാലാവധി, ശമ്പളം എന്നിവ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 2005 നിയമമനുസരിച്ച് കാലാവധി 5 വർഷമോ 65 വയസ്സോ ആണ്. എന്നാൽ പുതിയ നിയമപ്രകാരം കാലാവധി, ശമ്പളം എന്നിവ തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നിലവിൽ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാണ്. നിലവിലെ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം 2,50,000 രൂപയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറഞ്ഞ വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10-ൽ കുറഞ്ഞ വിവരാവകാശ കമ്മീഷണർമാരും അടങ്ങുന്നതാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്ത ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. രാഷ്ട്രപതി എങ്ങനെയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്? പ്രധാനമന്ത്രി നോമിനേറ്റ് ചെയ്ത ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്ത ക്യാബിനറ്റ് മന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ കമ്മീഷണറെ നിയമിക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. മുഖ്യമന്ത്രി നോമിനേറ്റ് ചെയ്ത ക്യാബിനറ്റ് മന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ രാജിക്കത്ത് നൽകേണ്ടത് ഗവർണർക്കാണ്. നിലവിലെ നിയമപ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. നിലവിലെ നിയമപ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലാവധി തീരുമാനിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. വിവരം ലഭിക്കേണ്ടത് A4 അല്ലെങ്കിൽ A3 പേപ്പറിലാണെങ്കിൽ പേജ് 1-ന് 2 രൂപ വെച്ച് നൽകണം. വിവരം ലഭിക്കേണ്ടത് A4 അല്ലെങ്കിൽ A3 പേപ്പറിൽ ആണെങ്കിൽ പേജിന് 2 രൂപ വെച്ച് നൽകണം. ഫ്ലോപ്പിയിലോ CD-യിലോ ആണ് വിവരം ലഭിക്കേണ്ടതെങ്കിൽ 50 രൂപ നൽകണം. ഫ്ലോപ്പിയിലോ CD-യിലോ ആണ് വിവരം ലഭിക്കേണ്ടതെങ്കിൽ 50 രൂപ നൽകണം. സാധാരണഗതിയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഫീസ് നൽകേണ്ടതില്ല. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മറുപടി നൽകാനുള്ള സമയപരിധി 30 ദിവസമാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി നൽകാനുള്ള അദ്ദേഹത്തിൻ്റെ സമയപരിധി 30 ദിവസമാണ്. എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാവട്ടെ 35 ദിവസം സമയപരിധി ഉണ്ട്. വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ് 10 രൂപയാണ്. ഒരു വ്യക്തിയുടെയോ സ്വത്തിനെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഒരു വ്യക്തിയുടെയോ സ്വത്തിനെയോ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന
വിവരങ്ങളാണെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ വിവരങ്ങൾ നൽകണം. ഒരു ദിവസത്തെ പിഴ എന്ന് പറയുന്നത് 250 രൂപയാണ്. ഒരു ദിവസത്തെ പിഴ 250 രൂപയാണ്. പരമാവധി ഈടാക്കാവുന്ന പിഴ 25,000 രൂപ. പരമാവധി ഈടാക്കാവുന്ന പിഴ 25,000 രൂപ. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. സ്ഥാപക അരുണ റോയ്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. സ്ഥാപക അരുണ റോയ്. ആദ്യ വിവരാവകാശ അപേക്ഷ നൽകിയ വ്യക്തി ഷഹീദ് റാസെ ബെർനെ. ആദ്യ വിവരാവകാശ അപേക്ഷ നൽകിയ വ്യക്തിയാണ് ഷഹീദ് റാസ ബെർനെ. കൂട്ടുകാരെ, ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ തുടർന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്ലാസ്സുമായിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്